കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നമ്മൾ ചർച്ച ചെയ്തത് ബിഗ് ബോസിനെ കുറിച്ച് തന്നെയായിരുന്നു. ബിഗ് ബോസിൽ ഇതെന്തു പറ്റി എന്നാണ്. ആദ്യമായി തന്നെ പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് സിജു ആയിരുന്നു അവിടെ നിന്ന് മെഡിക്കൽ റൂമിലേക്ക് പോയത്. അത് കഴിഞ്ഞ ദിവസം പൂജ പോയി, അത് കഴിഞ്ഞ് സിബിൻ പോയി, ഇപ്പോഴത്തെ ജാസ്മിനും പോകേണ്ട അവസ്ഥയാണ് എന്നായിരുന്നു പ്രേക്ഷകരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. പക്ഷേ ജാസ്മിൻ ഗബ്രിയും കോംബോ വളരെയധികം ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗബ്രി ജാസ്മിനെ നന്നായി നോക്കിയെന്നാണ് പറയുന്നത്. ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, പനിയൊക്കെ മാറുന്നത് വരെയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെയും ജാസ്മിന് വീണ്ടും പ്രണയം തോന്നി തുടങ്ങുന്നുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഗബ്രി തൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്ന് പറഞ്ഞിരുന്നു. എനിക്കിവളെ വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ പ്രണയിക്കാനോ സാധിക്കില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമുണ്ട്. എങ്ങനെയാണ് ഗബ്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഇത് കേട്ട ഉടനെ ജാസ്മിൻ തകർന്നു പോവുകയായിരുന്നു. ജാസ്മിന് മറുപടി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുകയായിരുന്നു. ഇതോടെ അടിവരയിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത്. ഇതോടെ പ്രേക്ഷകർക്കും നിരവധി കാര്യങ്ങൾ മനസ്സിലായി. ഗബ്രി ഒരു സമയം ജാസ്മിനെ ചുമ്മാ നോക്കുന്നതാണെന്നും ശരിക്കും ഇഷ്ടമുണ്ടായിട്ടോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാകാൻ വേണ്ടിയോ അല്ല ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കും ഒരു ഞെട്ടലായിരുന്നു. എല്ലാവർക്കും അത് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായി പോയി. കാരണം ഗബ്രി ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഗബ്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്. ഗബ്രി നിലവിൽ എന്താണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു. ജാസ്മിൻ്റെ കാര്യത്തിൽ ഗബ്രിയുടെ തീരുമാനം എന്തെന്ന് പ്രേക്ഷകർ ചോദിക്കുമ്പോഴും ഗബ്രിയുടെ മറുപടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഒരിക്കലും റിലേഷൻഷിപ്പിലോ പ്രണയിക്കാനോ ഒന്നും എനിക്ക് സാധിക്കില്ല, പക്ഷേ എനിക്കിഷ്ടമുണ്ട്. എൻ്റെ ഉള്ളിൽ പ്രണയമുണ്ട്. ഇവളോട് എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ അതെനിക്കൊരു വലുതായി ഏറ്റെടുക്കാനാകില്ല. അത്തരം രീതിയിലേക്ക് എനിക്ക് വളർത്താനുമാകുന്നില്ല എന്ന് ഗബ്രി പറയുന്നു. ഗബ്രിയുടെ വാർത്തകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗബ്രി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ജാസ്മിൻ തന്നെ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ലവേഴ്സ് അല്ല എന്ന് പറയുന്നു, പക്ഷേ ലവേഴ്സിനെ പോലെ നടക്കുന്നു. എന്താണ് നമ്മൾ ഒരു അടിവരയിട്ട് ഇതിനൊരു ഉത്തരം കണ്ടെത്തണമല്ലോ. ഇങ്ങനെ ജാസ്മിൻ പറയുമ്പോൾ തന്നെ ഗബ്രി പറയുന്നുണ്ട്, ഇന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉദാഹരണം തീരണമെങ്കിൽ ഞാനോ നീയോ പുറത്തു പോകണം, അല്ലാതെ ഇതിന് പറയാനൊന്നും പറ്റില്ല. ഇങ്ങനെയാണ് ഗബ്രി പറയുന്നത്. പുറത്തു പോയാൽ മാത്രമേ ഇതിന് മറുപടി പറയാൻ സാധിക്കൂ എന്ന് ഗബ്രി പറയുന്നുണ്ട്. എന്നാൽ നീ പറ, നിൻ്റെ മനസ്സിലെ കാര്യം എന്താണെന്ന് റസ്മിനും ജാസ്മിനും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി പറയുന്നു, എനിക്കവളെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് റിലേഷൻഷിപ്പിലോട്ടോ കല്യാണത്തിലോട്ടോ കൊണ്ടെത്തിക്കാനാകില്ല എന്ന്. അപ്പോൾ തന്നെ ജാസ്മിൻ്റെ മുഖം മാടിപ്പോകുന്നു. ജാസ്മിൻ ഇല്ലാതാകുകയാണ്. ഉടനെ ജാസ്മിൻ തന്നെ സ്വയമേ പറയുന്നു, കിട്ടി, ജാസ്മിന് മറുപടി കിട്ടിയെന്ന്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് ജാസ്മിൻ പറയുകയാണ്. ഇതിലൂടെ ജാസ്മിൻ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നും ഗബ്രി ചതിക്കുകയാണെന്ന് പോലും തോന്നിപ്പോയെന്നും ആ ഒരു നിമിഷം ജാസ്മിൻ്റെ അടുത്ത് ഗബ്രി അങ്ങനെ പറയുമെന്ന് അവർ ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല എന്നും പറയുന്നു. സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ്. ജാസ്മിൻ ഗബ്രി കോംബോയെക്കുറിച്ച് തന്നെയാണ് പ്രധാന ചർച്ച. കാരണം ഒരടിസ്ഥാനമില്ലാതെയാണ് ഇവരവിടെ നിൽക്കുന്നത്. എന്താണ് ഇവർ തമ്മിലുള്ള യഥാർത്ഥ വശം എന്ന് ആർക്കും അറിയില്ല. ആരോടും ഇവർ തുറന്നു പറയുന്നുമില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇവരെക്കുറിച്ചുള്ള പ്രശ്നവും. അതുകൊണ്ടാണ് പ്രേക്ഷകർ പോലും ഇപ്പോൾ ഇവരെക്കുറിച്ച് ഓരോന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഇവരുടെ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ആരും ഇവരെക്കുറിച്ചൊന്നും പറയില്ല. ഇപ്പോൾ പറയുന്നതിനേക്കാളും കുറവായിരിക്കുമെന്നൊക്കെ നിരവധി പേരാണ് പറഞ്ഞെത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.